വി ആർ അനൂപ്. ഇന്നിപ്പോൾ ലിജുവിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം, ആ പ്രസംഗത്തിൽ കായംകുളം മണ്ഡലം UDF കൺവീനർ ഇർഷാദ് നടത്തിയ പ്രസംഗം അങ്ങും കേട്ടിരിക്കുമല്ലോ. യോജിക്കുന്നില്ല എന്ന് ലിജു പ്രതികരണം നടത്തിക്കഴിഞ്ഞു. ഇർഷാദിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞു. പക്ഷേ ഇതല്ല, ഇതിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് നടന്നതെന്നാണ് ഇർഷാദിൻ്റെ പ്രതികരണം. അദ്ദേഹം ഖേദപ്രകടനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യം അതാണ്. ഒരു ഭാഗം അടർത്തി, ഏത് ഭാഗം അടർത്തിയാലും പറഞ്ഞത് ശരിയാണോ അനൂപ്? ഒരു സംശയമില്ലല്ലോ, ആ ചോദ്യം പോലും അപ്രസക്തമാണ്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സ്ത്രീവിരുദ്ധമായ അത്തരം പ്രസ്താവനകളെ ഒരു മുന്നണി എന്നുള്ള രീതിയിലോ ഒരു പാർട്ടി എന്നുള്ള രീതിയിലോ ഓൺ ചെയ്യാൻ സാധിക്കില്ല. അത് കൃത്യമായ ആ നിലപാട് ലിജു തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പോലും ചിലപ്പോൾ വൈകാരികമായി സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും എതിരാളിയോട് ജനാധിപത്യ വിരുദ്ധമായി ഒരു രീതിയിൽ സംസാരിക്കാത്ത, പൊതുമണ്ഡലത്തിൽ പോലും അത്തരം വാക്കുകൾ ഉച്ചരിക്കാത്ത ഏറ്റവും അനുകരണീയമായ പ്രവർത്തന ശൈലിക്ക് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ലിജു എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ മുന്നണി എന്നുള്ള രീതിയിലോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലോ ഇത്തരം ശൈലികൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇർഷാദിൻ്റെ ആ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. അതേ സമയത്ത് CPM ചെയ്യുന്നത് എന്താ? CPM-നെ നയിക്കുന്ന ആൾ തന്നെ ഇവിടെ സ്ഥാനാർത്ഥി തള്ളി പറഞ്ഞു. പക്ഷേ ഈ രാഷ്ട്രീയമായി CPM-നെ തിരഞ്ഞെടുപ്പിൽ നയിക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന പ്രസ്താവനകൾ നമ്മൾ കണ്ടതല്ലേ, ചെറ്റ എന്ന പ്രയോഗം. എന്നിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി ചെറ്റ എന്ന് പറയുമ്പോൾ മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നത് എന്താ? അതൊരു വളരെ വിശേഷപ്പെട്ട ഒരു ചമൽക്കാര അലങ്കാര പ്രയോഗമാണെന്ന് പറയുകയാണ്. ഒരു ഘട്ടത്തിലും ഇപ്പോൾ MM മണിയെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതില്ല. ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം പ്രസ്താവനകൾ തള്ളിപ്പറയുന്ന നിലയിലേക്ക് CPM വന്നിട്ടുണ്ടോ? അദ്ദേഹം പെമ്പിള ഒരുമൈ നേതാവ് ഗോമതി അവരെക്കുറിച്ച് പറഞ്ഞത് എന്താ? അവിടെ നടക്കുന്നത് മറ്റേ പണിയാണെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ UDF എടുക്കുന്ന രാഷ്ട്രീയ സമീപനവും LDF എടുക്കുന്ന രാഷ്ട്രീയ സമീപനവും പൊതുമധ്യത്തിൽ വെച്ച് പരിശോധിക്കാവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആരുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നിലപാട് വന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അയാളെ തള്ളിപ്പറയും. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ MM മണി നടത്തിയ പരാമർശങ്ങളും മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളും ഒരു പുനഃപരിശോധനയ്ക്കോ ഒരു വിമർശനത്തിനോ സ്വയം വിമർശനത്തിനോ വിധേയമാകാതെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നു. അനൂപ്, ലിജുവിനെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്നുള്ള വിലയിരുത്തലാണ് നിങ്ങൾ നടത്തുന്നത്? കാരണം ലിജു കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് ലിജുവിൻ്റെ പ്രസംഗം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവനുണ്ട്. അദ്ദേഹം തനിക്ക് ഒരവസരം കൂടി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വോട്ടർമാരോട് സംസാരിക്കുന്ന അതിവൈകാരികമായ നിമിഷം നമ്മൾ കണ്ടതാണ്. അപ്പോൾ 2 തവണയായി പ്രതിഭ അവിടെ നിന്നും തുടർച്ചയായി വിജയിക്കുന്ന ആളാണ്, MLA ആണ്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഇർഷാദിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഈ വലിയ പിഴവ്, അതിൽ ലിജുവിന് വില കൊടുക്കേണ്ടി വരുമോ? എന്താണ് പാർട്ടി കരുതുന്നത്? ഒരിക്കലുമില്ല സ്മൃതി. അങ്ങയുടെ പ്രസ്താവനയ്ക്ക് ഒരു ചെറിയ തിരുത്തുണ്ട്. ഇത് ലിജുവിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വില കൊടുക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരുത്തിയതല്ലെന്നേ. ഇപ്പം ലിജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഏതാണ്ട് ഒരു 2 ദശകത്തോളം ചുരുങ്ങിയത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അദ്ദേഹം KSUവിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം 3 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് വരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ ചില ചർച്ചകളോടൊക്കെ അതിവൈകാരികമായി പ്രതികരിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും എതിരാളിയെ പോലും അലോസരപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും പ്രയോഗിക്കാതെ അങ്ങേയറ്റം ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറ്റു വിനിമയങ്ങളിലൊക്കെ ഏറ്റവും മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന, അടിമുടി ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന, കോൺഗ്രസിലെ ഏറ്റവും അനുകരണീയനായ നേതാവ് എന്ന് എതിരാളികൾ പോലും പറയുന്ന, ആർക്കും അങ്ങനെ എതിർത്ത ഒരു അഭിപ്രായം അക്കാര്യത്തിൽ പറയാൻ കഴിയാൻ സാധിക്കാത്ത ലിജുവിനെ സംബന്ധിച്ച് ഇത്തരം അദ്ദേഹത്തിൻ്റെ ഇതപരിന്തമുള്ള രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിലും ഇത്തരം ഒരു ശൈലി അംഗീകരിച്ചിട്ടില്ല. അത് ഇപ്പോഴും സംഭവിക്കുന്നു എന്നുള്ള ഒരു മാത്രമാണ്. അതൊരു തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയേക്കാവുന്ന ഒന്നാണോ എന്ന് വിചാരിച്ച് അതിനെ തള്ളി പറയുന്നതല്ല. തിരഞ്ഞെടുപ്പില്ലാത്തപ്പോഴും ലിജു ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഒരു ഘട്ടത്തിലും അദ്ദേഹം അത്തരം ഒരു പ്രവർത്തന ശൈലിയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളല്ല. ഒരു കാര്യം ഉറപ്പാണ്, ലിജുവിൻ്റെ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. ലിജു എന്താണെന്ന് കായംകുളത്തുകാർക്കറിയാം, കേരളത്തിനറിയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിന് കേരളീയ പൊതുസമൂഹം കായംകുളത്തിൻ്റെ ജനസമ്മതിയിലൂടെ അംഗീകാരം നൽകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു സംശയമില്ല.
ശരി, ലാൽ ഒരു കുമാർ കാര്യം കൂടി ഞാൻ പറയാണ്. ഇവിടെ എം ലിജുവിന്റെ ആദ്യത്തെ ഇലക്ഷൻ പറഞ്ഞു പൂർത്തിയാക്കോളൂ. ആദ്യത്തെ ഇലക്ഷൻ പ്രചാരണത്തിന് അദ്ദേഹം അഡ്വക്കേറ്റ് പ്രതിഭയായി മത്സരിക്കുന്ന സമയത്ത് അവിടെ സജീവമായി അദ്ദേഹത്തിനോട് ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ കൃത്യമായി നമ്മൾ ഒരിക്കലും വ്യക്തിപരമായ രീതിയിലേക്ക് പോകരുതെന്ന് അന്ന് മുതൽ പറയുകയും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുടെ, അദ്ദേഹം എല്ലാ കാലത്തും പുലർത്തിയിരുന്ന രാഷ്ട്രീയമായ ഒരു ശൈലിയുടെ ആ സത്യസന്ധ അടുത്തറിയുന്ന ആളെന്നുള്ള നിലയ്ക്കാണ് വ്യക്തിപരമായി കൂടി ഞാൻ അതിനെ കാണുന്നത്. ശരി. Debate with Smriti Parathikkad.